എല്ലാവരും എന്നെ കളിയാക്കും. വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് പോലും ജോലി കിട്ടത്തില്ല. ആ പാട്ടിൽ ഇന്നലെ തുടങ്ങി നിനക്ക് എങ്ങനെ ജോലി കിട്ടാനാ, നിനക്ക് കിട്ടില്ല, നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അതുവരെയും എൻ്റെ ഉടമ്പടിയിൽ ആവശ്യം എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി വേണമെന്നതായിരുന്നു. അതിനുശേഷം ഞാൻ മാധവനോട് പറഞ്ഞു മാധവേ, എനിക്ക് ആദ്യത്തെ അഡ്വൈസിലൂടെ ജോലി മാത്രമല്ല പോകേണ്ടത്, എനിക്ക് 1ാം റാങ്ക് തന്നെ എന്നെ ഉയർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിനു മുമ്പ് ഞാൻ മാധവനോട് പറഞ്ഞു, മാധവേ എനിക്ക് ഈ ജോലി തരുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഏതെങ്കിലും ഒരു സ്കൂളിൽ എനിക്ക് എക്സാം സെൻ്ററായിട്ട് കിട്ടണമെന്നാണ്. അപ്പോൾ ഈ എക്സാമിന് പൊതുവേ ഒരു 10-400 സ്കൂളിൽ എക്സാം സെൻറ്റർ വരും. വെറും 3 സ്കൂളിൽ പഠിച്ച എനിക്ക് അതിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എവിടെയാണോ എൻ്റെ പഠിത്തം നിർത്തിയത് അതേ സ്കൂളിൽ എനിക്ക് മാതാവ് എക്സാം സെൻറ്റർ തന്നെ അനുഗ്രഹിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി, മാതാവ് കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. 2025 ജൂലൈ 18-നാണ് ഞങ്ങളുടെ റിസൾട്ട് വരുന്നത്. അപ്പം റിസൾട്ട് അറിയുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതുവരെയും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട് അപ്പം വരും. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു 1ാം റാങ്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൽ അത്രയും വിശ്വാസമാണ്. അപ്പം പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, നിനക്കാണ് അതിൽ മാർക്ക് ബൈ ഫസ്റ്റ് റാങ്ക്. അതായത് ആ ഒരു എക്സാം എഴുതിയിട്ട് എനിക്കതിൽ 1ാം റാങ്ക് തന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ മാതാവ് എന്നെ ഉയർത്തി. അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്ക് 1ാം റാങ്ക് തന്ന് എന്നെ ഉയർത്തുവാണെങ്കിൽ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞൊരു ഫ്ലെക്സ് വെക്കുമെന്ന്. ഇന്നലെ രാത്രി 12 മണിക്ക് ആളെ കിട്ടാഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച ആ രാത്രിയിൽ നമ്മുടെ സ്ഥലത്ത് അവിടെ മാതാവിന് നന്ദി പറഞ്ഞ് ഫ്ലെക്സ് വെച്ചതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്.